സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സുധാകരൻ പഴയൂർ. ഞാൻ വീണ്ടും ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഇഷ്ടകവയത്രി വിജയലക്ഷ്മിയുടെ ഒരു കവിതയെ പറ്റി പറയാം. വീഞ്ഞ് അത് യൂറോപ്യൻസിൻ്റെ കണ്ടെത്തലാണെന്നും ഇന്ത്യക്കാരൻ അത് അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്നൊക്കെയാണ് പൊതുവിൽ പറഞ്ഞു കേട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ താഴ്വരകളിൽ കൃഷി ചെയ്തിരുന്നതും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നൊരു സാധനമാണ് വീഞ്ഞ്. കുടുംബത്തോടെ മുന്തിരിപ്പാടങ്ങളിലേക്ക് ഇറങ്ങി മുന്തിരി പറിച്ച് അത് ഞെരിച്ചുടച്ച് പിഴിഞ്ഞരിച്ച് ചാറകളിലാക്കി ഭദ്രമായി അടച്ച് വീഞ്ഞറകളിലാക്കി അത് ഭദ്രമായി അടച്ച് ആ അടച്ച ദിവസം അടയാളപ്പെടുത്തി വയ്ക്കും. അത് തുറക്കുക ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. മിക്കവാറും അത് മിക്കവാറുമെന്നല്ല, അത് നിറച്ചവനും അടച്ചവനും അടച്ചോളോ അത് ഉണ്ടാവില്ല തുറക്കണ സമയത്തേ. അപ്പോൾ വീഞ്ഞറ തുറക്കുമ്പോൾ നമുക്കൊരു ഭീതി ഉണ്ടാവും. കാരണം ഇത്രയും കൊല്ലത്തിന് ശേഷം ഈ സാധനം തുറന്ന് അകത്ത് കിടക്കുമ്പോഴേ മിക്കവാറും ആളുകളിലൊക്കെ ഉണ്ട് ഈ പ്രേതഭീതി എന്ന് പറയുന്നത്. കടന്ന് ഈ വീഞ്ഞിൻ്റെ ചാറ തുറക്കുമ്പോൾ നമ്മുടെ സോഡ കുപ്പി തുറക്കണത് പോലെ അതിലും ചെറുതായിട്ടൊരു ശബ്ദം വരും. അതിലത്തെ ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ്. ഒരു ഭീതി ഉണ്ടാവും മനുഷ്യന്. അപ്പം നമ്മുടെ വീഞ്ഞിൻ്റെ പ്രശസ്തി എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് വിജയലക്ഷ്മി പറയണത്. അതായത് അനേകം നൂറ്റാണ്ടുകളുടെ ഭൗമസഞ്ചാരങ്ങൾക്കിടയിൽ അറ്റുപോയ വൻകരത്തുണ്ടുകളിലേക്ക് ഉച്ചക്കടൽ കാറ്റ് അടിക്കുന്നതിനപ്പുറത്തേക്ക് കപ്പലുകൾ തകർന്നിട്ട് മുങ്ങി ആ കടലിൻ്റെ അടിത്തട്ടിലേക്ക് അവിടെയൊക്കെ നമ്മുടെ വീഞ്ഞിൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഒരു 4 വരി ആ ഭാഗം ഞാൻ പാടാം. എത്ര നൂറ്റാണ്ടുകൾ ഭൗമ സഞ്ചാരത്തിലറ്റുപോം വൻകരത്തുണ്ടുകൾക്കപ്പുറം ഉച്ചക്കടൽ കാറ്റടിച്ചതിനപ്പുറം കപ്പൽ തകർച്ച തന്നാഴത്തിനപ്പുറം വന്നെടുക്കുന്നു നിതാന്ത മൗനത്തിൻ്റെ ചന്ദ്രസാമ്രാജ്യം വിനീതമാം താഴ്വര. വിജയലക്ഷ്മിയുടെ കുറേ കവിതകൾക്ക് ഒരേ താളാണെന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വിലാപം ചങ്ങമ്പുഴയെ പറ്റിയുള്ള കവിതയാണ്. മുത്തായി മൂപ്പൻ നമ്മുടെ നാടൻ കാർഷിക വൃത്തികളെ പറ്റിയുള്ള കവിതയാണ്. എല്ലാത്തിനും ഒരേ താളം തന്നെയാണ്. അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പാടാം. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരണം. കഥാനായകൻ മരുമക്കത്തായ പ്രകാരം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൂടിയുള്ള ഒരാളാണ്. കാലം കുറേ ആയിട്ടാ, എല്ലാവരും അറിയും ഞങ്ങളുടെ നാട്ടുകാരനായി മൂപ്പര്. അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല മൂപ്പരോട്. നല്ല പാചകക്കാരനാണ്. നിലവിൽ ടൗണിലൊരു ഹോട്ടലിൽ ജോലി ചെയ്യണം. അപ്പോൾ ചായ മാസ്റ്ററാണ് മൂപ്പര്. സൂപ്പർ ചായയാണ് മൂപ്പര്. പുലർച്ചെ 5 മണിക്കോ 5:30 മണിക്കോ ഇവിടുന്ന് പുറപ്പെടും. രാത്രി 10 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങുക. ബസ് ഇറങ്ങി 2 കിലോമീറ്റർ നടക്കാനുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. നേരെ ഒരുപടിയാവും. അതുകൊണ്ട് തന്നെ വീട്ടുകാരും ഇങ്ങോട്ടും തമ്മിൽ കാണില്ല. ആകെ കാണാൻ ഓണം, വിഷു അല്ലെങ്കിൽ പുതു അവധിയുള്ള ദിവസങ്ങൾ, ബന്ദ്, അപ്പോഴേ ഇങ്ങനെ കാണുള്ളൂ.
5 ഷെല്ലിൻ്റെ ഒരു ടോർച്ച് ഉണ്ടാവും ഇങ്ങനെ കയ്യിൽ എപ്പോഴും. അതിൽ പുലർച്ചെ പോകുമ്പോൾ ഇരുട്ടാവുമല്ലോ, രാത്രി വരുമ്പോൾ ഇരുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അണ്ടർവെയർ ധരിക്കില്ല. അങ്ങനെ ചൂടല്ല, അടുപ്പിൻ്റെ ചൂടത്ത് നിൽക്കണ്ടേ. പോയി കഴിഞ്ഞാൽ ഈ ഡബിൾ മുണ്ട് ഷർട്ട് മാറിയിട്ടിട്ട് ഒരു തോർത്ത് മുണ്ട് കൊടുത്തിട്ട് മൂപ്പര് നിൽക്കുക. സുഖമാണെന്നാണ് പറയണത്. അങ്ങനെ ചായ ആറ്റിക്കൊണ്ടിരിക്കും. പണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പർക്ക് ഓരോ ഔൺസ് കട്ടൻ ചായ കുടിക്കണം. പകലത്തെ ലഹരി നിലനിർത്തുന്നത് അങ്ങനെയാണ് മൂപ്പര്. എപ്പോൾ നോക്കിയാലും കുടിക്കേ. അപ്പം ഇങ്ങനെ കട്ടൻ നായർ തന്നെ വിളിക്കുക. ഹോട്ടലിൻ്റെ ഓണറാണ് ആ പേര് കൊടുത്തത്. അതിൽ തെറ്റില്ല പറഞ്ഞാൽ. ഇപ്പോൾ രാത്രി ഭാരത് മോട്ടോഴ്സിൻ്റെ ബസ് വരും. 10 മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുക. ഇവിടെ എത്തുമ്പോൾ നേരം ഒരു ഇതാവില്ലേ, 10:30 10:45 ആവും. അവിടെ നിന്ന് ഇറങ്ങി 2 കിലോമീറ്റർ നടക്കാനുണ്ട് മൂപ്പരെ വീട്ടിലേക്ക്. വന്നു കഴിഞ്ഞാൽ വാതിൽ തുറന്ന് അകത്ത് കയറി ഉടുമുണ്ട വെച്ചിട്ട് വട്ടത്തുമ്മലിക്കിടും. ഷർട്ട് ഊരിയിട്ട് ആണിമ കൊളത്തും സിമെൻറ്റ് തറയിൽ അങ്ങനെ കിടക്കും. പായൊന്നും പിരിക്കില്ല. സുഖമാണെന്ന് പറഞ്ഞു. കാരണം വയറ് നിറയെ ചാരായല്ലേ. ഒറ്റയ്ക്ക് ഫിറ്റായിട്ട് വഴിക്ക് വീതി പോരാന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു മൂപ്പരിക്ക്. അപ്പോൾ ഇങ്ങേര് വന്നു പോയി എന്നുള്ളതൊക്കെ ഇങ്ങേരുടെ വീടി കുറ്റി, തീപ്പെട്ടി കൊള്ളി, ചുമ കേട്ടിട്ട് അങ്ങനെയൊക്കെയാണ് വന്നു പോയി എന്നുള്ളത് അറിയാം. പിന്നെ കാണണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി ഓണം, വിഷു, ബന്ദ്, പുതുവതിയൊക്കെ വരണം. പിന്നെ ഓരോ ദിവസം വന്നിട്ട് കിടന്നതായിരുന്നു പൂർണ്ണ നഗ്നനായിട്ട്. ഇങ്ങനെ സുഷുപ്തിയിലേക്ക് പടുത്തുമ്പോഴാണ് തെക്കുന്നൊരു കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത്. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ചാടി എണീറ്റ് ടോർച്ച് എടുത്തിട്ട് ഓടി. ഒരു ഫർലോങ് ഓടാനുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവിടെ നാരായണ നായരെന്ന് പറഞ്ഞിട്ട് ആൾ മരിച്ചതായിരുന്നേ. ഇന്നൊരു നേരെ വരാന്തയിലേക്ക് കയറി. അപ്പോൾ അവിടെ വിളക്കും നിറയും വയ്ക്കൽ, വെള്ളം കൊണ്ട് പുതപ്പിക്കൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കണം. ഇങ്ങനെ വരാന്തയിൽ കയറിയപ്പോൾ ഈ കരഞ്ഞിരുന്നവരൊക്കെ കരച്ചിൽ നിർത്തിയിട്ട് ചിരിയായി. ഇങ്ങേർക്ക് തന്നെ എന്താ സംഗതി ഒന്നും പിടികിട്ടിയില്ല. അപ്പം അതൊക്കെ താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ആന്ന് പിടികിട്ടിയത്. അങ്ങോട്ട് ഓടിയേക്കാളും ഡബിൾ സ്പീഡിൽ മൂപ്പര് ഇങ്ങോട്ട് ഓടി. അപ്പോൾ വീണ്ടും ഒരു കഥയായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക, ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.